തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പൂരം അവലോകന യോഗം തൃശൂർ രാമനിലയത്തിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, VN വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. ഇത്തവണത്തെ തൃശൂർ പൂരം കളറാകുമെന്ന് യോഗശേഷം മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തൃശൂർ കോർപ്പറേഷനും ചേർന്ന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. സുരക്ഷയ്ക്കായി 4000 പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തവണ നിയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജാതിമത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളോ കൊടികളോ ലഘുലേഖകളോ പൂരവേദിയിൽ അനുവദിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിന്റെ പ്രകടന വേദിയായി പൂരവേദി മാറ്റിക്കൂട. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് ഈ പൂരത്തിന്റെ വിജയത്തിനായി 4000-ഓളം പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനിച്ചു. രാത്രി പൂരങ്ങളുടെ എഴുന്നള്ളിപ്പുകൾക്ക് ശേഷം മാത്രമായിരിക്കും ബാരിക്കേഡ് കെട്ടിയുള്ള നിയന്ത്രണം ഉണ്ടാവുകയെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. മുൻകരുതൽ എന്ന നിലയിൽ 66 ആംബുലൻസുകൾ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിക്കും. DMOയുടെ സർട്ടിഫിക്കറ്റ് പതിപ്പിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ നഗരത്തിലേക്ക് പ്രവേശനമുണ്ടാകൂ. മുൻഗണനാക്രമത്തിൽ DTPCയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന 125 വിനോദസഞ്ചാരികൾക്ക് മാത്രമായിരിക്കും VIP ഗാലറിയിലിരുന്ന് പൂരം കാണാൻ അവസരം ലഭിക്കുകയുള്ളൂ. 18 ലക്ഷത്തോളം പേർ ഇത്തവണ പൂരം കാണാൻ എത്തുമെന്നാണ് കണക്കുകൂട്ടലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇത്തവണത്തെ പൂരം കളർഫുൾ പൂരമായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഔപചാരികമായി ജില്ലാ ഭരണകൂടം വാർത്തയുണ്ടാകുകയും ചെയ്യാത്തൊന്നും അനാവശ്യമായി പ്രസിദ്ധീകരിക്കാൻ ഇടവരുത്തരുത്. അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ സൃഷ്ടിക്കുമെന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത്തവണ പൂരം കുറച്ചുകൂടി നല്ല കളറാണ്. കളർ പൂരമായി തൃശൂർ പൂരം മാറ്റാൻ നമ്മൾ കൂട്ടായ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി അവലോകന യോഗങ്ങൾ ഇതുവരെ നടത്തിയിട്ടുണ്ട്. പരമാവധി മുന്നൊരുക്കത്തോടെ കുറ്റമറ്റ രീതിയിലായിരിക്കും ഇത്തവണ തൃശൂർ പൂരം നടത്തുകയെന്ന് മന്ത്രി ആർ ബിന്ദുവും അറിയിച്ചു. ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പൂരം വളരെ കൃത്യമായ നിലയിൽ ആസ്വദിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള പരസ്പര ധാരണ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും ദേവസ്വങ്ങൾ തമ്മിലും ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.